ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പൊന്നൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് പുട്ടും മാമ്പഴ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ യൂട്യൂബിലെല്ലാം ഇത് കണ്ടോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ കുറച്ച് പൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം നമ്മളത് വേസ്റ്റ് ആവരുതല്ലോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എൻ്റെ ഇവിടെ പുട്ടിന്റെ കുറ്റി എന്ന് പറയുന്നത് നമ്മുടെ കുക്കറിന്റെ മേലെ വെച്ചിട്ട് ആവി കയറ്റുന്നതാണ്. അപ്പൊ ഞാൻ കുക്കറിൽ വെള്ളമാക്കിയിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പുട്ടിന്റെ കുറ്റിയിൽ നമുക്ക് തേങ്ങയും പൊടിയും കൂടി ഇട്ട് നിറച്ച് വെക്കാം. നിറച്ചതിന് ശേഷം അതടച്ച് നമുക്ക് കുക്കറിന്റെ മേലെ കയറ്റി വെക്കാം. കയറ്റി വെച്ചതിന് ശേഷം ഞാൻ സ്ലോ ഫ്ലെയിമിലിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കത് ആവി വരട്ടെ. അപ്പോഴേക്കും ഇത് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കത് കഷ്ണങ്ങളാക്കി വെക്കാം. അതിൻ്റെ ഇടയിൽ ഞാനും പൊന്നൂസും ഇടയിലൊക്കെ വന്ന് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അതിൻ്റെ പകുതി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു മാങ്ങയും കൂടെ ഞങ്ങൾ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പുട്ട് ഇവിടെ നല്ല ആവി പറക്കുന്ന രീതിയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. ഞാനിപ്പോൾ അത് പൊട്ടാതെ എടുക്കണമെന്നായിരുന്നു, പക്ഷെ ഫസ്റ്റിൽ തന്നെ അത് പൊട്ടി. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പൊട്ടിച്ചിട്ട് തന്നെയാണല്ലോ കഴിക്കണത് എന്ന് ഞാൻ തന്നെ അങ്ങ് വിചാരിച്ചു. അപ്പൊ നമ്മുടെ പുട്ട് അവിടെ ആവി പറക്കുന്ന പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ടിന്റെ ചെല്ലെടുക്കാൻ കൈ പൊള്ളൂ എന്നുള്ളത് ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ഒത്തിരി ഒരു കട്ടൻ ചായയും കൂടി വെക്കാം. അപ്പൊ ഞാനിതവിടെ വെള്ളം ചൂടായപ്പോൾ പൊടിയിട്ടിട്ട് തിളക്കട്ടെ. അപ്പോഴേക്കും ഇതിൽ കുറച്ച് പൊടിയും കുറച്ച് തേങ്ങയും ബാക്കി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, വേസ്റ്റ് ആവരുത്. നമുക്കത് നന്നായിട്ടുണ്ടോ ഇല്ലേന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷമാണല്ലോ അറിയുള്ളൂ. ബാക്കി ഒരു പിടിക്കുള്ളത് ഉണ്ടായിരുന്നു, അത് ലാസ്റ്റ് ഞാൻ ആവി കയറ്റി കേട്ടോ. അപ്പോഴേക്കും ആ ചായ ഇവിടെ നന്നായി തിളച്ചു. നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോഴേക്കും പൊന്നൂസ് വന്നു. പൊന്നൂസിന് കഴിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ പൊന്നൂസിന് ഇഷ്ടമായി. ഞാൻ അവന് കഴിക്കില്ല എന്നാണ് വിചാരിച്ചത്. അപ്പൊ അവനും ഞാനും കഴിച്ച് നോക്കുകയാണ്. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അവനോട് ചോദിക്കാം, പൊന്നൂസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.